ജില്ലയിൽ വികസന സദസ്സിന് പ്രൗഢഗംഭീര തുടക്കം. വികസനത്തിൽ ജനകീയ പങ്കാളിത്തം സർക്കാരിന്റെ മുഖമുദ്രയാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. വികസന സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം അഴീക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാവി വികസന പരിപാടികൾക്ക് ജനപിന്തുണയും പൊതുജനാഭിപ്രായവും രൂപപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ നടത്തുന്ന വികസന സദസ്സിന് കണ്ണൂർ ജില്ലയിൽ പ്രൗഢഗംഭീര തുടക്കം. വികസന സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള വികസനമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. സംസ്ഥാന വികസനത്തിന്റെ ആധാരശിലകളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. ഗ്രാമങ്ങളിൽ മാറ്റമുണ്ടായാൽ മാത്രമേ നാടിന് വികസനം ഉണ്ടാകൂ. ഇത്തരം കാഴ്ചപ്പാടോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ്സിലൂടെ ആശയ സംവാദത്തിനും അതിലൂടെ വികസന പദ്ധതിയുടെ രൂപീകരണത്തിനും സർക്കാർ ശ്രമിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സെമിനാറുകളിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ആശയങ്ങൾ സർക്കാർ തുടർന്ന് നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് ആധാരശിലയാകുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യം വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അവിടെയാണ് മനുഷ്യ പ്രകൃതി വിഭവശക്തികൾ സമാഹരിക്കപ്പെട്ട് ഉറങ്ങിക്കിടക്കുന്നത്. അവിടെയാണ് അത് പ്രയോജനപ്പെടുത്തണം. ആ കാഴ്ചപ്പാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ. ഇപ്പോൾ ഈ സദസ്സ് ഞങ്ങൾ മുഖ്യമന്ത്രിയോടൊപ്പം എന്നാണ് ജനങ്ങൾ പറയുന്നത്. എല്ലാ ഇടങ്ങളിലും ഈ ഗ്രാമത്തിലെ വിഷയങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട എംഎൽഎ സുബീഷ് പറഞ്ഞു. നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ എന്താണ് നടന്ന കാര്യങ്ങൾ, എന്താണ് ഇനി ഏത് കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് രൂപരേഖ തയ്യാറാക്കണം. നമ്മൾ ആ നിർദ്ദേശങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഈ വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ എന്താണോ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത്, അത് പൂർത്തീകരിക്കുന്നതിന് ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളിൽ നിന്നുണ്ടായിരിക്കണമെന്നുള്ളതാണ്. എല്ലാ പഞ്ചായത്തുകളിലും ഇത് ജില്ലാതല ഉദ്ഘാടന ചടങ്ങ് കൂടിയാണ്. അതുകൊണ്ട് ഈ ജില്ലയിലെ ഇവിടെ പങ്കെടുക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ നമ്മുടെ ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ ഈ വികസന സദസ്സിൻ്റെ പ്രവർത്തനങ്ങളും പൂർത്തീകരണവും നിർവഹിക്കുന്നതിന് എന്തെല്ലാം ചെയ്യണമെന്നതിനെക്കുറിച്ച് ആലോചിക്കണം. സുചിന്തിതമായി ആലോചിച്ച് നിർദ്ദേശം നൽകണം. അത് കേട്ട് അവഗണിക്കാനല്ല. നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഒരു ജൈത്രയാത്ര നടത്തി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. പ്രകാശ് മാസ്റ്റർ കൊണ്ടാണ് പ്രകാശ് മാസ്റ്റർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പരിപാടിയെന്ന് എനിക്കറിയാം. പിന്നെ എംഎൽഎ കൂടിയായ പ്രകാശ് മാസ്റ്ററുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. അവിടെ പ്രകാശ് മാസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ഒരു പ്രകാശധാരയായി നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രകാശ മാസ്റ്റർക്ക് എല്ലാവിധ ആയുരാരോഗ്യവും നേരുന്നു. അങ്ങനെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം, അത് റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലൈഫ് മിഷൻ പ്രവർത്തനങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നതില്ല. ഏറെ വൈകാതെ കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറ്റിയെടുക്കാൻ കഴിയും. നമ്മളെല്ലാം സഹായിച്ചാൽ. KV സുമേഷ് MLA അധ്യക്ഷനായി. ആധുനിക വികസനം സാധ്യമാക്കുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് MLA പറഞ്ഞു. അഴീക്കോട് തുറമുഖ പദ്ധതി, ഹരിത ബീച്ച്, തീരദേശ ഹൈവേ, ബ്ലോക്ക് ഫാക്ട് പദവി ലഭിച്ച ചാൽ ബീച്ച്, നിരവധി വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ അഴീക്കോടിന് സാധിച്ചെന്നും MLA പറഞ്ഞു. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് വികസന രേഖ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരിക്ക് നൽകി പ്രകാശനം ചെയ്തു.